യുദ്ധം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ ആജീവനാന്തം പെൻഷൻ വാങ്ങി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഒരു പട്ടാളക്കാരൻ അത് ചെയ്യില്ല. എന്താ കാരണം എന്നറിയോ? അവൻ കുനിഞ്ഞാൽ ഈ പോകുന്ന ബുള്ളറ്റ് ആരുടെയെങ്കിലും നെഞ്ചിൽ കൊള്ളും. ആ പിന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് അതിർത്തിയിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മയുടെ നെഞ്ചിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന വെടിയുണ്ട്. ആ അമ്മയെ രക്ഷിക്കാനായിട്ട് എൻ്റെ നെഞ്ചിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പരിണിതഫലമായിട്ട് അമ്മ രക്ഷപ്പെട്ട് ഞാൻ താഴെ വീണ് മരിക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു മരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാവുന്നതുള്ളൂ. 30-32 കൊല്ലം സർവീസ് ചെയ്ത് പെൻഷനോടുകൂടി ജീവനോടുകൂടി തിരിച്ചെത്തിയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. കാരണം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികൊടുക്കാൻ ഒരവസരം എനിക്ക് കിട്ടിയില്ല. കിട്ടാതെയല്ല, അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാം. കേരളത്തിൽ ഒരു പട്ടാളക്കാരന് ബഹുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അവൻ പെട്ടിയിൽ കയറി വരണം. ഈ ആറ്റിറ്റ്യൂഡ് മാത്രം പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ കണ്ട പോലെ തീവ്രവാദികളെ ഞാൻ പുറത്ത് കണ്ടിട്ടില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മരിച്ചാലും നമ്മൾ ദേശം അല്ലെങ്കിൽ രാജ്യം അയൽവക്കക്കാരടക്കം ഉള്ള ആൾക്കാർ നമ്മളെ നോക്കിക്കോളും. ഈ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ അവരിത് കാണുമ്പോൾ നാളെ എനിക്ക് മരണം സംഭവിച്ചാലും എൻ്റെ കുടുംബം അനാഥമാവില്ല എന്നുള്ളൊരു തോന്നലോടുകൂടി അപ്പോൾ ഈ അമർ ജവാൻ പോലെയുള്ള എന്നാ അതിന് പറയണം, മോനുമെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ സ്മാരകങ്ങൾ, വാർ മെമ്മോറിയൽ, അതിനും എതിര് പറയുന്ന ആൾക്കാർ കേരളത്തിൽ ഈ 2002 തൃശ്ശൂർ അമർ ജവാൻ ആദ്യമായിട്ട് പുറത്തു വന്നപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കവി, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ അമർ ജവാൻ്റെ ഡൽഹിയിലുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു തോക്കാണ്. ആ തോക്കിൻ്റെ മീതെ ഒരു ഹെൽമെറ്റ് അത് ഒരു സിംബോളിക് ഇതാണ് ഫോർ അൺനോൺ സോൾജേഴ്സ്. അതായത് നമ്മളറിയാതെ എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ട് ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവരെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഈ ഓർക്കുക എന്ന് പറയുമ്പോൾ അവരെ ദൈവമായിട്ട് പരിഗണിക്കുകയോ അവരുടെ ഇതിൽ പോയിട്ട് പൂജ ചെയ്യുകയോ അല്ല. ഈ ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ അവരുടെ ഒരു മൊറാൽ ബൂസ്റ്റിങ്, ഇപ്പോൾ സർവീസിൽ നിൽക്കുന്നവരും ഭർത്താവിനെ നഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാരും കാണുമ്പോൾ ഈ രാജ്യം അവരെ ഓർക്കുന്നുണ്ടല്ലോ, ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ പോയത് എന്നുള്ളൊരു അവരുടെ ഒരു ദുഃഖം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന ഒരു നന്ദിയാണ് ഗ്രേറ്റ്ഫുൾ. അപ്പോൾ എല്ലാവരും പല ഫോറിൻ രാജ്യങ്ങളിലും കല്യാണത്തിന് മുമ്പ് പോലും അമർ ജവാൻ വിസിറ്റ് കമ്പൽസറി ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഫ്രാൻസാണ് ഒരെണ്ണം ഇപ്പോൾ പെട്ടെന്ന് പേര് വരുന്നത്. അവിടെ ചെന്ന് അമർ ജവാനിൽ ചെന്ന് അവിടെ ഇട്ട് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലേ കല്യാണം രജിസ്റ്റർ ആവുള്ളൂ. അതുപോലെ വെറ്ററൻസ് ഡേ എന്ന് പറഞ്ഞ ഒരു ഇത് ഇംഗ്ലണ്ടിലും എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയിലൊക്കെ ഉണ്ട്. അന്നവിടെ പൊതു അവധിയാണ്. വെറ്ററൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള പട്ടാളക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. പട്ടാളം എന്ന് പറയുമ്പോൾ ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവരും കൂടിയിട്ട്. അന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഐ തിങ്ക് ടോണി ബ്ലെയർ ഒറ്റ പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം അന്ന് ഓഫീസിലേക്ക് അവധിയായിരുന്നെങ്കിലും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ വയസ്സായിട്ടുള്ളൊരു പട്ടാളക്കാരൻ മെഡലൊക്കെ വെച്ച് എന്തോ ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വണ്ടി നിർത്തി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഈ പട്ടാളക്കാരനെ കയറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടിറക്കി പിന്നെയാണ് ഓഫീസിൽ പോയതെന്നാണ്. അത്രയൊന്നും ചെയ്യണ്ട, എന്നാലും ഒരു വിമുക്ത ഭടൻ അല്ലെങ്കിൽ ഇത് അവരെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ മലയാളത്തിൽ പറയില്ലേ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കേരളക്കാർ, ഞാൻ അടച്ച് ഇത് പറയുമല്ല, ഒരുപക്ഷെ ഈ ബോർഡറൊക്കെ ഇല്ലാത്തതിൻ്റെ കാരണമായിരിക്കാം. പക്ഷേ ഇത് മാറേണ്ട ഒരു കാര്യമുണ്ട്. റിസ്ക് എടുത്തിട്ട് മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ടും അവൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സാക്രിഫൈസിനെ ജോലിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു അപകടമാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ഈ ക്രിക്കറ്റ് കളിയിൽ ബൗൺസർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ പന്ത് കുറച്ച് മുമ്പേ കുത്തുന്ന രീതിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊങ്ങി ഇങ്ങോട്ട് വരും. ലക്ഷ്യം വയ്ക്കുന്നത് ഈ ബാറ്റ് ചെയ്യുന്ന ആളുടെ തലയാണ്. അത് പണ്ടേ തുടങ്ങിയൊരു പരിപാടിയാണ്. പണ്ട് സുനിൽ ഗവാസ്കറൊക്കെ കളിക്കുന്ന കാലത്ത് ഹെൽമെറ്റ് പോലും ഇല്ലാതെ കളിച്ചുകൊണ്ടിരുന്ന, തലയിൽ കൊണ്ടു കഴിഞ്ഞാൽ അയാളുടെ കാര്യം പോക്കാം. അങ്ങനെ എറിയുന്ന ആൾക്കാരും ഭയങ്കര സ്പീഡിലൊക്കെ എറിയും. നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ
MS ധോണി പോലെയുള്ള ആൾക്കാർ അയാളുടെ മുമ്പിൽ ഈ ബൗൺസർ എറിഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കാം. ആ ബാറ്റർ എന്ത് ചെയ്യുമെന്നറിയോ? ഇത് ബൗൺസറാണ് വരണേ, എൻ്റെ തലയ്ക്കാണ് വരണേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒന്നിൽ തല കുനിക്കും, അല്ലെങ്കിൽ പിന്നിലേക്ക് മാറും, ആ പന്ത് ഇതിലേ പോവും. അതാണ് അതിൻ്റെ രീതി. അങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഈ ബുള്ളറ്റ് വരുമ്പോൾ എനിക്ക് തല കുനിക്കാൻ അറിയാതെയല്ല, എനിക്ക് ഇങ്ങനെ ആക്കാൻ അറിയാതെയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതെൻ്റെ അവിടെ തലയിൽ കൊള്ളുമ്പോൾ ഒരു ഇഞ്ചുറി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇതെൻ്റെ ജീവൻ എടുക്കാൻ പാകത്തിന് ബുള്ളറ്റാണ് വരുന്നത്, മറ്റേ ചുവന്ന പന്തല്ല. അത് വരുമ്പോൾ ഞാനിപ്പോൾ തല കുനിഞ്ഞ് നിന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പൊത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ആരും നാളെ ചോദ്യം ചെയ്യില്ല. നീ എന്താ ബുള്ളറ്റ് വരുമ്പോൾ നീ തല കുനിഞ്ഞിരുന്നെന്ന് ആരും ചോദിക്കില്ല. ആർക്കും അറിയില്ല, ഞാൻ ബോർഡറിലല്ലേ നിൽക്കണേ. യുദ്ധം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ ആജീവനാന്തം പെൻഷൻ വാങ്ങി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഒരു പട്ടാളക്കാരൻ അത് ചെയ്യില്ല. എന്താ കാരണം എന്നറിയോ? അവൻ കുനിഞ്ഞാൽ ഈ പോകുന്ന ബുള്ളറ്റ് ആരെങ്കിലും നെഞ്ചിൽ കൊള്ളും. ആ പിന്നിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ്. നമ്മൾ രാജ്യം എന്നൊക്കെ പറയുമ്പോൾ മാതൃരാജ്യം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാജ്യത്തെ നമ്മൾ അമ്മയായിട്ടാണ് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത്. അതൊക്കെ പൊളിറ്റിസൈസ് ആയിപ്പോയി ഇപ്പോൾ, അത് വേറെ കാര്യം. ആ ഒരു അമ്മയാണെന്നുള്ളൊരു കാര്യം നോക്കുമ്പോൾ ഞാൻ ബുള്ളറ്റിൻ്റെ കാര്യം വിട്, കുട്ടികളോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് എൻ്റെ മേലേക്ക് വീഴുന്നത്, ഒരു ടൺ ഭാരമുള്ളത്. എനിക്കത് പിടിച്ച് വെക്കാനുള്ള യാതൊരു ശക്തിയില്ല. അത് വീഴുന്നു, ഞാനൊന്ന് താങ്ങാൻ നോക്കുന്നു, അതിൻ്റെ വെയിറ്റ് കാരണം ഞാനത് ഒന്നിൽ സൈഡിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ അതെൻ്റെ മേലെ കൂടെ വീഴുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ട് പിന്നിൽ എൻ്റെ അമ്മ നിൽപ്പുണ്ട്. വായുത്തിന് തോന്നുന്നുണ്ടോ എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ആ പോസ്റ്റ് ഞാൻ പെടുന്നു തോന്നുന്നുണ്ടോ? എന്താ കാരണം എന്നറിയോ? ഞാനത് ഇട്ടേച്ചാൽ അതെവിടെ വീഴും? എൻ്റെ അമ്മയുടെ തലയിൽ പോയി വീഴും, അമ്മ ചാവും. അത് ചിലപ്പോൾ അമ്മയുടെ മേലേക്ക് വീഴും, പക്ഷെ ഞാൻ ചത്തിട്ട് ഞാനും ആ പോസ്റ്റും കൂടെ അമ്മയുടെ നെഞ്ചത്ത് വീണാലേ ഉള്ളൂ. അതേ ഫീലിംഗ് മാത്രമാണ് ഓരോ പട്ടാളക്കാരനും. യുദ്ധമാണെങ്കിലും ശരി, ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് ബോർഡറിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നും യുദ്ധമാണ്. എപ്പോൾ വേണമെങ്കിൽ ഇത് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അവനവിടെ കണ്ണിമ ഇത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിച്ച യുദ്ധമൊന്നും വേണ്ട, ശത്രു അപ്രതിപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിൽ വെടി വരാം, എപ്പോൾ വേണമെങ്കിൽ ഇവൻ മരിക്കാം, ഇവൻ വെച്ച വെടിയിൽ അവനും മരിച്ചു പോകാം. അപ്പോൾ അങ്ങനെ ഒരു നോക്കുമ്പോൾ ഈ പിന്നിൽ അമ്മയാണെന്നും ആ ഒരു ഫീലിംഗ് ഉള്ളപ്പോൾ അവിടെ നിന്നൊരു ബുള്ളറ്റ് വരുമ്പോൾ ഈ ക്രിക്കറ്റുകാർ തല കുനിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ, ഇന്ത്യൻ ആർമിയെക്കുറിച്ച് എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഒരു പട്ടാളക്കാരൻ അത് ചെയ്യില്ല. പിന്നിൽ അമ്മയാണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ വരുന്ന ബുള്ളറ്റിൻ്റെ മുമ്പ് നെഞ്ഞ് വിരിച്ച് കാണിക്കാൻ ഉള്ള. കാരണം നീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ അല്ല, അമ്മ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതിലാ അമ്മയുടെ മറ്റുള്ള മക്കൾ, അതായത് എൻ്റെ സഹോദരങ്ങൾ ഉണ്ട്. എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളെയും രക്ഷിക്കാനായിട്ട് ജീവൻ, ഒരു ഫിലോസഫിക്കലായിട്ട് പറയുമ്പോൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം. ഇല്ല എന്ന് പറയാനൊരു ഓപ്ഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്ങനെ, എപ്പോൾ മരിക്കണം? 10 വയസ്സിൽ മരിക്കണോ, 20 വയസ്സിൽ മരിക്കണോ, 80 വയസ്സിൽ മരിക്കണോ? ആ ഓപ്ഷൻ നമുക്കുണ്ടോ? ആ ഓപ്ഷനുമില്ല. എങ്ങനെ മരിക്കണം? കൊറോണ വന്ന് മരിക്കണോ, പാമ്പ് കടിച്ച് മരിക്കണോ, ട്രെയിനിൽ നിന്ന് വീണ് മരിക്കണോ, ഹാർട്ട് അറ്റാക്കിൽ മരിക്കണോ? ആ ഓപ്ഷനും നമുക്കില്ല. എന്ത് ഓപ്ഷനാണ് നമുക്കുള്ളത്? മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മരിക്കണം, എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണം, യാതൊരു ഓപ്ഷനും ഇല്ല. പക്ഷേ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ദൈവം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇട്ട് തരുവാണ്. എപ്പോൾ മരിക്കണം എനിക്കറിയില്ല, മരിക്കുകയും വേണം, എങ്ങനെ മരിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ തരുവാണ്. എങ്ങനെ മരിക്കാനാണ് ആഗ്രഹം? ഇത് ഞാൻ കോളേജ് പിള്ളേരോട് ഞാൻ ചോദിക്കുന്നതാണ്. ചിലർ പറയും സാറേ വേദനയില്ലാതെ മരിക്കണം, സാറേ കുഴഞ്ഞു വീണ് മരിക്കണം. പിള്ളേർ സേഫായിട്ടുള്ള മരണം, സാറേ മരിക്കുമ്പോൾ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. എങ്ങനെ മരിക്കണം സാറേ? പാമ്പ് കടിച്ച് മരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആരും പറയില്ല. കാരണം അവരതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അവർ വിചാരിക്കുന്നത് പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി എൻ്റെ പെൻഷൻ എന്ന് തുടങ്ങും. അതൊക്കെയാണ് ജോലി കിട്ടുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കുന്നത്. പക്ഷേ എന്നോടാണ് ഈ ചോദ്യം തിരിച്ചു ചോദിക്കണമെങ്കിൽ, ഒരു പട്ടാളക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം,
എൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് അതിർത്തിയിൽ നിന്നുകൊണ്ട് എൻ്റെ അമ്മയുടെ നെഞ്ചിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന വെടിയുണ്ട, ആ അമ്മയെ രക്ഷിക്കാനായിട്ട് എൻ്റെ നെഞ്ചിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പരിണിതഫലമായിട്ട് അമ്മ രക്ഷപ്പെട്ട് ഞാൻ താഴെ വീണ് മരിക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും ബെറ്ററായിട്ടുള്ളൊരു മരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആപ്പ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അങ്ങേറ്റം ഭാഗ്യം ചെയ്തവർക്ക്. എൻ്റെ അടുത്ത് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ ഏതൊരു പത്രക്കാരൻ എൻ്റെ സുഹൃത്ത് വന്ന് ചോദിച്ചു, സാറേ ഈ 10-32 കൊല്ലം സർവീസ് കഴിഞ്ഞ് സാറ് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും ഇതും കൂടെ ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സാറിന് തോന്നാറുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ വരിയേ പറഞ്ഞുള്ളൂ. 30-32 കൊല്ലം സർവീസ് ചെയ്ത് പെൻഷനോടുകൂടി ജീവനോടുകൂടി തിരിച്ചെത്തിയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. കാരണം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികൊടുക്കാൻ ഒരവസരം എനിക്ക് കിട്ടിയില്ല, കിട്ടാതെയല്ല, അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരനും മരണത്തെ ഭയക്കുന്നില്ല, മരണം എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നോക്കണേ. ഇത് അറിഞ്ഞുകൊണ്ടും മരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ നാട്ടുകാരും എല്ലാവരും അവരുടെ അവസാനം വരെ നോക്കിക്കോളുന്നുള്ള ഒരൊറ്റ ധൈര്യം. ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കയ്യിലുള്ള വെടിക്കോപ്പുകളുടെ ബലത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔന്നത്യം കൊണ്ടൊന്നും ഇന്ന് വരെ നടന്ന ഒരു യുദ്ധവും നമ്മൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ വേണമെങ്കിൽ നമുക്ക് പറയാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡ്രോൺസും മറ്റേ കാര്യങ്ങളും ശത്രുരാജ്യത്ത് നിന്ന് വന്ന ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ആകാശത്ത് വെച്ച് ആ ടെക്നോളജി ഒരു ഭാഗത്തുണ്ട്. നമ്മുടെ ബലം ഞാൻ ചാവുന്നവരേക്കും എന്നെ ക്രോസ് ചെയ്ത് ഒരു ശത്രു വരില്ല. ഒരു ചൈന ബോർഡറിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു ഡാം ഇവിടെ നമ്മുടെ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്, അവരത് തുറന്നു വിട്ടു. ഇത് വെള്ളം പതുക്കെ പതുക്കെ വന്ന് നമ്മുടെ പട്ടാളക്കാർ നിൽക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഒബ്വിയസ്ലി വെള്ളം വരുന്നതിനനുസരിച്ച് പട്ടാളക്കാർ പിന്നിലേക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ അവരൊരു ദുരുദ്ദേശം വെച്ച് ചെയ്താണത്. ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ല, ഈ പട്ടാളക്കാർ അവിടുന്ന് ഒരു ഇഞ്ച് അനങ്ങിയില്ല. ഈ വെള്ളം പൊങ്ങി പൊങ്ങി അവരുടെ കഴുത്ത് വരെ വന്നു. ഈ 48 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ആ വെള്ളത്തിൽ അവർ നിന്നു എന്നാണ് ചരിത്രം. നെറ്റിലൊക്കെ ഉണ്ടാകഥ. അവസാനം കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഇവർ ചത്തുപോലും, നമ്മളത്ര ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് ചൈനക്കാർ ആ ഡാം പൂട്ടി. വെള്ളം ഇറങ്ങിയ പിന്നെ പോയ പിന്നെ പട്ടാളക്കാർ തിരിച്ചു വന്നത്. ഈ കാണിക്കുന്ന ഈ മനോധൈര്യം ഉണ്ടല്ലോ, ഇതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത്. അല്ലാതെ അവൻ വയ്ക്കുന്ന തോക്കിൻ്റെ ബലം കൊണ്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടല്ലോ, എന്ത് തന്നെയാണെങ്കിലും ശരി. ആരായി സോൾജർ എന്ന് പറയുന്ന ആൾ? പാവപ്പെട്ട വില്ലേജുകളിൽ നിന്ന് വരുന്ന 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും 8ാം ക്ലാസ്സും പഠിച്ചിരിക്കുന്ന ഈ സോൾജേഴ്സ്, അവരാണ് ഈ പട്ടാളക്കാരായിട്ട് വരുന്നത്. എങ്ങനെയാണ് അവന് ഈ ഒരു ദേശസ്നേഹത്തിൻ്റെ ഈ ഒരു ചോരത്തിളപ്പും അല്ലെങ്കിൽ ഇതൊരു വരുന്നത്? ചേരുമ്പോൾ അവനും ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കില്ല. ഇതുപോലത്തുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും കണ്ടും കേട്ടും ഇരുന്നിരുന്ന് ഈ കറകളഞ്ഞ ദേശസ്നേഹം, കറകളഞ്ഞ മാതൃരാജ്യസ്നേഹം ഇതുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ തോക്കുണ്ടെങ്കിലും വെടിവെച്ചോളണമെന്നില്ലല്ലോ, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ. അപ്പോൾ ഈ മരണഭയമില്ലാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളിൽ വരണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ആരോ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഒരു പട്ടാളക്കാരന് ബഹുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അവൻ പെട്ടിയിൽ കയറി വരണം എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടിയിൽ. ഇത് ത്രിവർണ്ണ പതാക വെച്ച് ഒരു 1-1.5 ദിവസത്തേക്ക് വേറെ വലിയ ന്യൂസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ജൈവിളിയും കുറേ ആൾക്കാരും ജനപ്രതിനിധികളൊക്കെ വന്ന് അവൻ്റെ സംസ്കാരം കഴിയുന്നതോട് കൂടിയിട്ട് അതോടുകൂടി അത് അവസാനിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ബഹുമാനം വേണമെന്നുണ്ടെങ്കിൽ പെട്ടിയിൽ കയറി വരണമെന്ന് ഏതോ ഒരാൾ, ഒരു പട്ടാളക്കാരൻ തന്നെ തമാശയായിട്ട് പറഞ്ഞ പോലെ, അത് ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിൻ്റെ ഉള്ളിൽ മാറണം. കാരണം ഈ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സപ്പോർട്ട്
ആണ് ശരിക്കും നമ്മുടെ ബലം. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള തോക്കിൻ്റെ ബലത്തിലല്ല അവർ നിൽക്കുന്നത്. നോർത്ത് ഈസ്റ്റിലൊക്കെ ജോലി ചെയ്തിരുന്നു, പല ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്. ഈ നോർത്ത് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു ഒരു കാലത്തൊക്കെ. അതായത് നമ്മളെപ്പോലെ അല്ല അവർ. അപ്പോൾ പലപ്പോഴും പലയിടങ്ങളിലും ഒരു വിവേചനം നേരിട്ടിരുന്നു. പക്ഷേ ഇന്ന് നോർത്ത് ഈസ്റ്റ് ഏകദേശമൊക്കെ നമ്മളെല്ലാവരും ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചൈന ബോർഡറൊക്കെ. അങ്ങ് അവിടെ ജോലി ചെയ്തിരുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇത് നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച് അധികമുണ്ട്. നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ബോർഡർ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അതാ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മല, അവിടുത്തെ ക്ലൈമറ്റുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഭൂകമ്പം പോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഉണ്ട്. എത്തിപ്പെടാൻ സമയമെടുക്കുന്നു. ട്രെയിൻ യാത്ര പോലെയുള്ള, കാശ്മീരിൽ പോലും ട്രെയിൻ വന്നിട്ട് അധികം ദിവസം ട്രെയിനില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, കറണ്ട് പോലെയുള്ള സൗകര്യങ്ങളില്ല. എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വിയും പ്രത്യേകിച്ച് ഇപ്പം നെറ്റും എല്ലാം വന്നതോട് കൂടിയിട്ട് ഈ ടി വിയിലൂടെയും നെറ്റിലൂടെയൊക്കെ അവർ ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ എന്താ നടക്കുന്നത് എന്ന് കാണാൻ തുടങ്ങിയതോടുകൂടി അവരുടെ ഉള്ളിൽ ഈ ചിന്ത വല്ലാതെ അങ്ങോട്ട് സ്ട്രോങ് ആയി. ഇതെന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ ചുറ്റുപാടിലോ എന്തുകൊണ്ട് നടക്കുന്നില്ല? നമുക്കെന്താ സന്തോഷിക്കാൻ പറ്റില്ലേ? നമ്മുടെ റോഡ് മാത്രം എങ്ങനെ കിടക്കുന്നത്? എന്താ നമുക്ക് മാത്രം 6 മാസത്തേക്ക് ഹെലികോപ്റ്ററിലൂടെ എറിഞ്ഞു തരുന്ന ഈ ടിന്നിൻ്റെ ഉള്ളിലിരിക്കുന്ന പൈനാപ്പിളും അതും കഴിക്കേണ്ടി വരുന്നത്? നമുക്ക് എന്നും ഫിഷ് ഫ്രൈ കഴിച്ചാൽ എന്നാ കുഴപ്പം? അതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾ, നമ്മുടെ ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കറണ്ട് പോയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ മാത്രമാണ് കറണ്ട് പോയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കാറെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓഫീസിൽ പോയിട്ട് നമ്മൾ തല്ലുണ്ടാക്കും. അവിടെയൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് കറണ്ട് വരില്ല. അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഒരു പോസിറ്റീവ് വശം കൂടി ഞാൻ പറയാം. അയൽക്കാരായിട്ടൊക്കെ വലിയ കാര്യമായിട്ടുള്ളൊരു തല്ലൊന്നും അവർ കൂടില്ല. എന്നാണെന്നറിയോ? പെട്ടെന്നൊരു പ്രളയം വന്നു. പ്രളയത്തിനെക്കുറിച്ച് നമ്മളറിഞ്ഞ് 2018 കഴിഞ്ഞ പിന്നെയാണ്. അവിടെ ആസാം ഭാഗത്തൊക്കെ ബ്രഹ്മപുത്ര നദിയാണ്. അത് പകുതി സമയവും നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ ബ്രഹ്മപുത്ര കരകവിഞ്ഞൊഴുകി ആസാമിൽ 1000 മരണം. ഇത് വരുന്നത് ഇവിടുത്തെ പേപ്പറിൻ്റെ ലാസ്റ്റ് പേജിലാണ്. നമ്മളത് വായിക്കുപോലുമില്ല. ഓ, ആസാമൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മളിത് കേട്ടിട്ടുള്ളതല്ലേ, കേട്ടിട്ടുണ്ടെന്ന് പറയണ പോലെ ഇവിടെ പ്രളയം വന്നതോട് കൂടിയിട്ടാണ് നമുക്ക് അയ്യോ ഇത് നമുക്കും സംഭവിക്കാമല്ലോ എന്ന് പറഞ്ഞ പിന്നെ, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പേജ് ന്യൂസായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പൊതുവേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ അവരുടെ ഈ കുരുന്നുകൾ, സ്കൂളിൽ പഠിക്കുന്നവർ, ആ കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ വയസ്സിലെ ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള ഭാഗത്തെ പോലെ ഉള്ള യാതൊരു സൗകര്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളാണ്. നമുക്ക് കറണ്ടില്ല. അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ ഏരിയയിലൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് അനീനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ 2017 ഞാനുള്ളപ്പോൾ അവിടെ ചെന്ന് നാഷണൽ കാഡറ്റ് കോറിൻ്റെ NCCയുടെ ഒരു യൂണിറ്റ് ഞാൻ തുടങ്ങുകയുണ്ടായി. ആ തുടങ്ങിയതിൻ്റെ കഥ കുറച്ച് നീണ്ടുപോകും, അതുകൊണ്ട് ഞാൻ ആ കഥ മുഴുവൻ പറയുന്നില്ല. പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ, ഇപ്പം ഞാനവിടെ എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്ന തന്നെ പാസിഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ ഇവിടുന്ന്, അന്നത്തെ കഥ പറയാം, 2017, ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോയാൽ തന്നെ ഗോഹട്ടി വരെ പോവാം. ഗോഹട്ടിയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് മുർക്കിയോങ്സലോങ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ പോകണം. അവിടെ നിന്ന് ബോട്ട് കയറിയിട്ട് ബോഗിബീൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബോട്ട് കയറി 1 മണിക്കൂർ സഞ്ചരിച്ചിട്ട് വേണം ബ്രഹ്മപുത്രയുടെ അപ്പുറത്തെത്താൻ. അവിടെ എൻ്റെ യൂണിറ്റിൻ്റെ വണ്ടി വരും. ഈ വണ്ടി കയറിയിട്ട് 2 മണിക്കൂർ യാത്ര ചെയ്താലേ പാസിഘട്ടിലെത്തുള്ളൂ. ഈ പാസിഘട്ടിൽ നിന്ന് 5 ദിവസം യാത്ര ചെയ്താലേ ഈ അനീനി എത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും ഭാഗ്യം വേണം, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ലാൻഡ് സ്ലൈഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ റോഡ് മൊത്തം പോവും. ആ റോഡ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. വീണ്ടും ഭൂകമ്പമൊന്നുമല്ല, വെറുതെ നടക്കുന്ന ലാൻഡ് സ്ലൈഡ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ NCC പോലെ തുടങ്ങിയാൽ തന്നെ അവിടെ ചെന്ന് ട്രെയിനിങ് കൊടുക്കാനൊന്നും പറ്റില്ല. എൻ്റെ മനസ്സിലുള്ളൊരു തോന്നലായിരുന്നു അവിടെയൊക്കെ ചെന്ന് NCC ഒക്കെ തുടങ്ങണം. ഞാനങ്ങനെ ആ അനീനി സ്ഥലത്തെത്തുകയും
ഈ നോർത്ത് ഈസ്റ്റിലത്തെ നോർത്തേൺ മോസ്റ്റ് പോയിൻ്റാണ് ബോർഡർ ഏരിയയിൽ. ഈവൺ ആൾക്കാരെ കണ്ടാൽ പോലും ഓൾമോസ്റ്റ് 99% ചൈനക്കാരെ പോലെ അവരുടെ സംസ്കാരവും ചൈനീസ് സംസ്കാരമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് കാരണമല്ല, അവിടുത്തെക്കാരായതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. അവിടെ ചെന്ന NCC ഞാൻ തുടങ്ങി. ആ NCC തുടങ്ങിയതിൻ്റെ 7-ാം മാസം 2018, അപ്പോഴേക്കും ഞാൻ തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫറായി വന്നു. 2018 ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ ആ അനീനി സ്കൂളിലത്തെ 2 പിള്ളേർ ഇന്ന് കർത്തവ്യപഥ് എന്ന് വിളിക്കുന്ന രാജ്പത്തിൽ പിള്ളേർ പ്രസിഡൻറ്റിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് മാർച്ച് ചെയ്തു. ഇത് അരുണാചൽ പ്രദേശിൽ മുഴുവൻ TV-യിൽ ജനങ്ങൾ കണ്ടു. ഓ, നമ്മുടെ കുട്ടികൾക്കും രാഷ്ട്രപതിക്ക് സല്യൂട്ട് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് അവിടെ 100 പിള്ളേർ ഓരോ കൊല്ലവും NCCയിൽ ഭയങ്കര ഡിമാൻഡാണ്. അവിടെ പിള്ളേരെല്ലാം NCCയിൽ ജോയിൻ ചെയ്യണം. അതുപോലെ അവിടുത്തെയുള്ള ഇപ്പോൾ കുറേ ബോർഡർ ഏരിയയിലെ NCC യൂണിറ്റുകൾ അത് കഴിഞ്ഞ പിന്നെ വന്ന് ചേരുകയും അവരെ മെയിൻ സ്ട്രീമിലേക്ക്, പിന്നെ അതുകൂടാതെ ഓവറോൾ ഇതിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകളൊക്കെ പ്രത്യേകിച്ച് NDA ഗവൺമെൻറ് വന്ന പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ബോഗിബീൽ എന്ന് പറയുന്ന സ്ഥലം തന്നെ ഇപ്പോൾ പ്രോപ്പർ ബ്രിഡ്ജ് വന്നു. അപ്പോൾ ഞാൻ ഈ 1 മണിക്കൂർ കൊണ്ട് ബോട്ട് യാത്ര നടത്തിയിരുന്നത് 15 മിനിറ്റ് കൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ അങ്ങനെ ഓഫ് കോഴ്സ് അതിന് പ്രയോറിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുമ്പ് ഇത് നടക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എനിക്കില്ല. പക്ഷേ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനേക്കാളും ഉപരി ഈ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അവഗണിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു തോന്നൽ വന്ന. അപ്പോൾ NCC തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഇവൻ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് വളർന്നു വന്ന് ഒരു തീവ്രവാദിയായി മാറി ആ തീവ്രവാദീനെ കൊല്ലാൻ പട്ടാളക്കാരെ കൊണ്ട് നിർത്തി അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിർത്തുന്നതിനാട്ടിലും ഭേദം ഇത് കുരുന്നിലെ ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് വളരാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പാർട്ടായിട്ടുള്ള കേരളത്തിൽ തൃശ്ശൂരുകാരനായിട്ടുള്ള ഞാൻ പോയിട്ട് നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് NCC തുടങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എനിക്കങ്ങനെ ഒരു തോന്നൽ വന്നു. എൻ്റെ ഒരു പാർട്ട് ഞാൻ പ്ലേ ചെയ്തു. ഇന്ന് വളരെ സന്തോഷമുണ്ട്. അനീനി പോലെയുള്ള ഈ ബോർഡർ ഏരിയയിലുള്ള ഒത്തിരി സ്കൂളുകളിൽ NCC തുടങ്ങിയിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ റെഗുലറായിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന അനേകം NCC ക്യാമ്പുകളിലേക്ക് പോകുന്നു. എന്ന് മാത്രമല്ല ഞങ്ങൾക്കും പട്ടാളത്തിൽ ചേരണം, കാരണം പട്ടാളക്കാരാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ചേരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആ കുരുന്നു മനസ്സുകളുടെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാൻ അന്ന് അനീനിയിൽ NCC തുടങ്ങിയ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ ഇവരായിട്ടൊക്കെ അടുത്ത് ഇടപഴകുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇവർക്കൊക്കെ തീവ്രവാദി ആറ്റിറ്റ്യൂഡാണ്. ഇവിടെ വന്ന് പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ അരുണാചലിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, സാറേ അവിടെയൊക്കെ എല്ലാം ഈ തീവ്രവാദികളല്ലേ? ഇവൻ ചോദിക്കുന്നത് ഈ ആറ്റിറ്റ്യൂഡ് മാത്രം വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കണ്ട പോലെ തീവ്രവാദികൾ ഞാൻ പുറത്ത് കണ്ടിട്ടില്ല. കാരണം മനസ്സിൽ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലാതെ മറ്റുള്ളവരെങ്ങനെ കുറ്റം പറഞ്ഞ് ഇതൊക്കെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എന്തോരം നല്ല പിള്ളേരാണെന്നറിയോ. ഞാൻ പറഞ്ഞില്ലേ, അയൽവാസികളെ ഒരു വെള്ളപ്പൊക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരണം. അവരൊരിക്കലും തല്ലുകൂടില്ല, ഒരിക്കലും ബോർഡർ ഡിസ്പ്യൂട്ടില്ല. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിവിടെ വെള്ളപ്പൊക്കം 2018 വന്നു, അത് ശരിയാണ്. അതിനു മുമ്പ് ഒരു ഭൂകമ്പം നമുക്കുണ്ടായിട്ടില്ല, ഒരു യുദ്ധം ബോർഡർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണോ പട്ടാളത്തിൻ്റെ റാങ്കിനെ കുറിച്ചും എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും വേണ്ട കാര്യമില്ല. ഇതൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലും വില്ലേജ് ഓഫീസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പട്ടാളക്കാരനാണ് വിമുക്ത ഭടനാണ് അവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊന്നും വേണ്ട. ആ ഒരു പ്രയോറിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ ഒരു ട്രെയിൻ ടിക്കറ്റ് വാങ്ങാൻ ഒരു വരിയിൽ യൂണിഫോമിൽ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു പട്ടാളക്കാരെന്ന് തോന്നുന്ന ആളോ ഉള്ളപ്പോൾ പിന്നിലുള്ള എല്ലാവരും വന്ന് ചോദിക്കും, സാറ് മിലിറ്ററിയിലാണോ, എവിടേക്കാണ് പോണേ, സാർ ആദ്യം ചെന്ന് ടിക്കറ്റ് വാങ്ങിച്ചോളൂ. കേരളത്തിൽ എഗെയിൻ ഞാൻ പേര് പറയുന്നില്ല, തൃശ്ശൂരിൽ നടന്നൊരു കാര്യമാണ്. യൂണിഫോമിൽ നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് പെട്ടെന്ന് എറണാകുളം വരെ വരണമായിരുന്നു. അയാൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ഫ്രണ്ട് കയറിയപ്പോൾ അയാൾ ഹിന്ദിയിൽ പറഞ്ഞു, ഞാൻ മിലിറ്ററിക്കാരനാണ്, എനിക്കിപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ധൃതിയുണ്ട്, പിന്നെ പോയി നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ അടുത്ത് നടന്ന കാര്യമാണ്. അപ്പോൾ
ഇതെവിടെയാണ് പ്രശ്നം എന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ പട്ടാളക്കാരെയും കൊണ്ട് മുമ്പിൽ നിർത്തി അവരൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരിലൊക്കെ എത്ര പട്ടാളക്കാരുണ്ട്? ആകെ 1-2 പേരേ ഉള്ളൂ. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. അതിന് ഞാൻ എന്ത് വേണം? എന്നോട് തന്നെ ഒരു പോലീസുകാരൻ ചോദിച്ചിട്ടുണ്ട്, ഈ പതിവായിട്ടുള്ളവരുടെ ചെക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ നിർത്തിയപ്പോൾ ഞാൻ കേണൽ പത്മനാഭനാണെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. SI റാങ്കിലുള്ള ഒരു ഓഫീസർ. സാറേ എന്നാലും സാറൊന്നും വിളിക്കണ്ട, എന്നാലും നമ്മുടെ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നിർത്തിയതാണ്, സാറിൻ്റെ പേപ്പർ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞേനെ. അതിന് ഞാൻ എന്ത് വേണം? നിങ്ങൾ കേണലാണെങ്കിൽ എനിക്ക് തേങ്ങയുടെ മൂടാന്ന് പറയുന്നതിൻ്റെ തുല്യമാണ്. ഇത് ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ പോലീസുകാരും അങ്ങനെയൊന്നും അല്ല കേട്ടോ. താഴെ തട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുവാണ്. എന്നോട് കേണൽ പറഞ്ഞിട്ട് ഇതാണ് കഥയെങ്കിൽ സാധാരണ ശിപ്പായിയോ നായക്കോ ഹവിൽദാറോ പോകുമ്പോൾ എന്തായിരിക്കും അവർക്ക് അവിടെ കേൾക്കേണ്ടി വരുന്നതെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത് കേട്ടു, സർവീസിലിരിക്കുന്ന പട്ടാളക്കാർ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് അടിച്ചു അല്ലെങ്കിൽ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ള കഥകൾ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വരേണ്ട കാര്യമുണ്ട്. കാരണം ഇതാണ് കേരളത്തിൽ നിന്നും പുറത്ത് പോയി പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവൻ്റെ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹവും ആ കിട്ടുന്ന ബഹുമാനവും അതൊക്കെയാണ്. അതിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അവിടെ അവൻ്റെ ഡ്യൂട്ടിയിൽ വെള്ളം ചേർത്താൽ അതിൻ്റെ പരിണിത ഫലം നിങ്ങൾക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവൻ്റെ മനോവീര്യം കെടുത്തുന്ന യാതൊരു പ്രവൃത്തിയും ഒരാളുടെ കയ്യിലൊന്നും ഉണ്ടാവരുത് എന്ന് എൻ്റെ ഒരു വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥനയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. വീരേതിഹാസങ്ങളുടെ ഒരുപാട് കഥകളുള്ള ഒരു സംഭവം, ചരിത്രമുള്ളൊരു ഇതാണ് ഇന്ത്യൻ മിലിറ്ററി സായുധ സേന. അതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഞങ്ങൾക്ക് പകർന്നു തന്നു. അത് മാത്രമല്ല 3 പതിറ്റാണ്ടുകളിലധികം രാഷ്ട്രത്തെ സേവിച്ചുകൊണ്ട് ഞങ്ങളുൾപ്പെടെയുള്ള ജനങ്ങളെ കാത്തുകൊണ്ട് അങ്ങ് നിലനിന്നു. അതിന് ബ്രേവ് ഇന്ത്യയുടെയും എൻ്റെയും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഈ ഒരു അവസരം തന്ന നിങ്ങൾക്കും പ്രത്യേകം. കാരണം ഇതിലൂടെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനൊരു അവസരം തന്നു. കാർഗിൽ യുദ്ധത്തെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളും അതുപോലെ എന്താണ് ഉണ്ടായത് എന്നുള്ളതും എൻ്റെ അറിവ് പകർന്നു കൊടുക്കാനുള്ളൊരു അവസരം തന്ന ചാനലുകാർക്കും നിങ്ങളുടെ എൻ്റെ ടീമിനും എല്ലാ നന്ദിയും ഭാവുകങ്ങളും നേരുന്നു. വളരെ സന്തോഷം.